നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13, 2026 വെള്ളി. ഇന്നലെ ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം റിലീസ് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റയുടെയും US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെ വിശദാംശങ്ങളും കൂടാതെ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തുടങ്ങി എല്ലാത്തിനെയും കുറിച്ചും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട അതിശക്തമായ ജോബ് ഡാറ്റയുടെ ഫലമായിട്ട് വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിന്റെ ഫലമായിട്ട് തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിലെ നേട്ടങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 108.42 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 276.85 കോടി രൂപയ്ക്ക് വീണ്ടും ബയേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെയും അഭിപ്രായ പ്രകാരം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മുകളിലേക്ക് നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കാൻ സാധിക്കാത്തടത്തോളം നിഫ്റ്റിയിൽ കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം 25,700, 25,600 എന്നീ ലെവലുകൾ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. എന്നാൽ 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, ക്രൂഷ്യൽ സപ്പോർട്ട് കൂടിയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ആയതിനാൽ തന്നെ 25,500 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. IPCA ലബോറട്ടറീസ്, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്, ആൽക്കം ലബോറട്ടറീസ്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ആസാദ് എഞ്ചിനീയറിംഗ്, സീമെൻസ് എനർജി ഇന്ത്യ തുടങ്ങി ഒത്തിരിയേറെ കമ്പനികൾ ഇന്ന് അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിലീസുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അഹുവാലിയ കോൺട്രാക്ട്സ്, സെല്ലോ വേൾഡ്, കോൺകോഡ് ഡ്രഗ്സ്, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് തുടങ്ങി മറ്റ് ഒട്ടനവധി കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് നാളെയും ലൈനപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 1.33% ഉയർച്ചയും മന്ത് ഓൺ മന്ത് ബേസിസിൽ 0.08% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഡാറ്റയാണ് റിലീസ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. കൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെ റിലീസും ഉണ്ടായിരുന്നു. ഇൻവെന്ററിയിലുണ്ടായ കുറവ് മൂലവും കാലാവസ്ഥയിലുണ്ടായ വെല്ലുവിളിയെ തുടർന്ന് 8.4% ഇടിവാണ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ജനുവരി മാസത്തെ പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള സെയിൽസ് റിപ്പോർട്ട് വരാനുണ്ട്. ഇന്നും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകൾ US-ൽ നടക്കാനുണ്ട്. ഇന്ന് US-ൽ നിന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 7 മണിയോടുകൂടി ജനുവരി മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADR-ന് 0.25%, ICIC ബാങ്ക് ADR-ന് 0.5%-നടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ HDFC ബാങ്ക് ADR-ന് 1%-ലേറെയും ആക്സിസ് ബാങ്ക് ADR-ന് 1.5%-നടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ IT സ്റ്റോക്കുകളായ വിപ്രോ ADR-ന് 4.5%-ലേറെയും ഇൻഫോസിസ് ADR-ന് 10%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ ഇന്ത്യൻ IT സെക്ടറും ഫോക്കസ്ഡ് ആയിരിക്കാം ഇന്നലത്തെ പോലെ തന്നെ. കാരണം ഇന്നലെ രാവിലെ നമ്മൾ കണ്ടിരുന്നു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ADR സ്റ്റോക്സിൽ വിപ്രോയിലും ഇൻഫോസിസിലും 5%-നടുത്ത് ഇടിവും രേഖപ്പെടുത്തുക ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനത്തെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ IT മേഖലയ്ക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയും ഉണ്ടായി, ഏകദേശം 5.5%-നടുത്ത്. തൽഫലമായി ഇന്നലെ നിഫ്റ്റി ITക്ക് അതിന്റെ 10 മാസത്തെ ലോയും ടച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നിഫ്റ്റി ITയിൽ ഉണ്ടാകാൻ പോകുന്ന ഗതിവിധികൾ സാരമായ രീതിയിൽ തന്നെ നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. കാരണം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റി ITയുടെ പ്രകടനം ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ഇന്നും ബാധിക്കാൻ ഇടയുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ ഇന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നതിന് മുന്നോടിയായിട്ട് S&P 500-ന് 1.5%-ലേറെയും നാസ്ഡാക്കിന് 2%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും
616 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും, അഥവാ 1.25%. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.25% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് വെളുപ്പിനെ 2.40 വ്യാപാരം അവസാനിപ്പിച്ച നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. കമ്മോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 2.6%-ലേറെ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 3.25%-അടുത്ത് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $65.55 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $62.94 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. ഗോൾഡിന്റെ വില 5000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $4924.07 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.61 എന്ന നിലയിലും മാക്സ് പെയിൻ 25,850 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് നിലനിൽക്കുമ്പോഴും വീക്കായിട്ടുള്ള സെന്റിമെന്റ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് ഇന്നലെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. മാത്രമല്ല ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾക്ക് അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുവാനും സാധിച്ചു. RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.87 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 25,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. 25,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,550 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.1 എന്ന നിലയിലും മാക്സ് പെയിൻ 60,500 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തൽഫലമായി തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് റേഞ്ചിനിടയിൽ നിന്നുകൊണ്ടുള്ള വ്യാപാരം കാഴ്ചവെക്കുവാനും ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡിഡ് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. മാത്രമല്ല മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്തു. RSIക്ക് 60.61 എന്ന ലെവലിലായിട്ട് നിലകൊള്ളുവാനും സാധിച്ചു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,800 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ് NBCC ഇന്ത്യയിൽ നിന്നും 615.53 കോടി രൂപയുടെ ഒരു പ്രൊജക്ടിനായുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് 2026 ഏപ്രിൽ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ വരുന്ന 3 വർഷത്തേക്ക് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി ശ്രീ സഞ്ജയ് അഗർവാളിനെ വീണ്ടും നിയമിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുകയുണ്ടായി. ഗെയിൽ ഇന്ത്യ 2026 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഗെയിലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ശ്രീ ദീപക് ഗുപ്തയെ ഇന്ത്യൻ സർക്കാർ നിയമിക്കുകയുണ്ടായി. കോൾ ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 15.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 5.2% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ONGC പ്രോഫിറ്റിൽ 22.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 0.1% നേരിയ വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 45.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 13.9% വർധനവും രേഖപ്പെടുത്തി. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പ്രോഫിറ്റിൽ 20.6% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 8.3% ഉയർച്ചയും രേഖപ്പെടുത്തി. ബയോകോൺ പ്രോഫിറ്റില് 6 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25.1 കോടി രൂപയിൽ നിന്നും 143.8 കോടി രൂപയായി ഉയർന്നപ്പോൾ റവന്യൂവിലും 9.2% വർധനവും രേഖപ്പെടുത്തി. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി പ്രോഫിറ്റിൽ 50.9% ഉയർച്ച രേഖപ്പെടുത്തി.
രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12.2% വളർച്ചയും രേഖപ്പെടുത്തി. മുത്തൂറ്റ് ഫൈനാൻസ് പ്രോഫിറ്റിൽ 94.9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 64.1% വളർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.